പ്രിയപ്പെട്ടത്, ഞാൻ ഹിന്ദുവായിരുന്നപ്പോഴേ എൻ്റെ അമ്മ മരിച്ചപ്പോൾ എൻ്റെ അമ്മാവനാണ് കർമ്മി. അദ്ദേഹം എന്നെ കൊണ്ട് പമ്പയാറ്റിൽ സ്നാനപ്പെടുത്തി പിണ്ടാടിയന്ത്രം എന്ന് പറയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, അന്ന് എനിക്കറിയത്തില്ല അമ്മയോടുള്ള സ്നേഹത്തിൽ ഞാൻ ഇത് ചെയ്തു. എന്നാൽ പിൻകാലങ്ങളിൽ സത്യദൈവമായിരിക്കുന്ന ക്രിസ്തുവിനെ അറിഞ്ഞ് ചെട്ടുകുളങ്ങര ക്ഷേത്രത്തോട് ചേർന്ന് ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ അടുക്കൽ ഞാൻ പോയി സുവിശേഷം അറിയിച്ചപ്പോൾ ഈ വിഷയം ഞാൻ ചോദിച്ചു, എന്തിനാണ് എന്നെ സ്നാനപ്പെടുത്തിയത്? അപ്പോൾ അമ്മാവൻ പറഞ്ഞു, മോനെ, മരിച്ചതിന് ശേഷം നമ്മൾ പഞ്ചവായുവാണ്, പഞ്ചഭൂതമാണ്, ഭൂമിയിൽ മണ്ണിൽ അന്തരീക്ഷത്തിൽ ലയിച്ചു പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മാവൻ കള്ളനല്ലയോ? ഇങ്ങനെ ലയിച്ചു പോവുകയാണെങ്കിൽ പിന്നെ എന്തിനെന്നെ കൊണ്ട് ഈ ഇല്ലാത്ത പണം ഉണ്ടാക്കി അടിയന്തരം ചെയ്യിച്ചു? പ്രിയപ്പെട്ടവരെ, അതിനെപ്പറ്റി ഹിന്ദുമത വിശ്വാസപ്രകാരം പിണ്ടാടിയന്തരം ചെയ്തതിനെ പറ്റി ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർത്തെഴുന്നേൽക്കുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരിച്ചുപോയ സകല പിതാക്കന്മാരെയും പൂർവ്വപിതാക്കന്മാരെയും നമ്മൾ മരിച്ചതിന് ശേഷം കാണും. അതേ പ്രിയപ്പെട്ടവരെ, എല്ലാവരും യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കും. അവൻ 1000 ആണ്ട് ഭൂമി വാണിന് ശേഷം ലോകം അവസാനിക്കുന്നെന്ന്. എന്നാണ് ലോകാവസാനം എന്ന് നിങ്ങൾക്കറിയാമോ? ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ ഇന്നേക്ക് 1000 വർഷം തികയുന്നെന്ന് ലോകം അവസാനിക്കും. അന്ന് എന്റെ പ്രസംഗം കേട്ട നിങ്ങൾ ഓരോരുത്തരും കല്ലറകളെ വിട്ട് ഇന്ന് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ഈ കല്ലറകളെ വിട്ട് ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വരും. അന്ന് നിങ്ങളുടെ ഉന്നതഭാവം എല്ലാം തീരും. പുരുഷന്മാരെ, നിങ്ങളുടെ നെകളിച്ച് കണ്ണുകളും താണു പോകും. എന്നിട്ട് യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിങ്ങൾ ഇതേ രൂപത്തിൽ നിന്നിട്ട് നിങ്ങളുടെ സകല രഹസ്യങ്ങളും പാപങ്ങളും ദൈവം പരസ്യപ്പെടുത്തുമ്പോൾ ഇതേ പ്രസംഗം വെച്ച് ദൈവം നിങ്ങളെ ന്യായവിധിക്കും. പ്രിയപ്പെട്ട, എന്റെ പ്രസംഗത്തിന് അധികാരമുണ്ട്. എന്റെ പ്രസംഗത്തിന് എന്താണ്? ദൈവത്തിന്റെ മുമ്പിൽ എന്താണ്? അതിന് തെളിവുണ്ട്. അത് ദൈവത്തിന്റെ മുമ്പിൽ നിന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളോട് അറിയിക്കുന്ന ഈ സുവിശേഷ പ്രകാരം അന്ന് നിങ്ങളുടെ രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾ പറയും, പറ്റിപ്പോയി കർത്താവേ, എന്റെ മതഭക്തി കൊണ്ടും പാരമ്പര്യം കൊണ്ടും പുരോഹിതന്മാരുടെ വഞ്ചനയും ഭീഷണിയുടെ മുമ്പിലും എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി മരിച്ച നിന്നെ അംഗീകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട, പിന്നെ നരകവിധി മാത്രമേ ഉള്ളൂ. നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പാപങ്ങളും അവൻ പരസ്യപ്പെടുത്തി അവൻ നമ്മളെ നിത്യമായിരിക്കുന്ന നരകാത്തിലേക്ക് തള്ളിക്കളയും. അന്ന് സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ല, പ്രിയപ്പെട്ട സമയവും കാലവുമില്ല. അവൻ നമ്മളെ നരകാഗ്നിയിലേക്ക് തള്ളിക്കളഞ്ഞാൽ പിന്നെ ഒരു നാളും ഒരു മടങ്ങി വരവില്ല. പ്രിയപ്പെട്ട, കണ്ണുനീരുടെ കരഞ്ഞോണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നിങ്ങൾ തുപ്പുകയോ തല്ലുകയോ എന്ത് ചെയ്തു, പക്ഷെ കരഞ്ഞോണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ആ നരകാഗ്നിയിലേക്ക് നിങ്ങളുടെ ആത്മീയ ശരീരം ഉപേക്ഷിക്കപ്പെട്ടാൽ നമുക്കൊരു മടങ്ങി വരില്ല. പുരോഹിതന്മാർ കല്ലറയിൽ കുന്തിരിക്കാൻ പോയിച്ച വ്യർത്ഥമാണ് പ്രിയപ്പെട്ടവരെ. പിണ്ടാടിയതരം വ്യർത്ഥമാണ് പ്രിയപ്പെട്ടെ. ഇതെല്ലാം പോഷകം. ഒരിക്കലും നമ്മളെ പാപമോചനം തരുവാൻ കഴിയത്തില്ല. എന്നാൽ നീ ജീവിച്ചിരിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് ഈ യേശുക്രിസ്തുവിനോട് ചേരുന്നുവെങ്കിൽ, എന്നിട്ട് ആ വിശുദ്ധിയെ നീ കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് രക്ഷയുണ്ട്. ഒരു നാൾ നമ്മൾ നശിച്ചു പോകുകയില്ല. ഭൂമിയിലെ കഷ്ടങ്ങൾക്കപ്പുറം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ സ്വർഗീയ വാസത്തിലേക്ക് നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും കുടുംബമായിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് രക്ഷിക്കപ്പെട്ട് ഈ ഉന്നതമായിരിക്കുന്ന അനുഭവത്തിലേക്ക് എല്ലാവരും പറന്നുയർന്നുകൊള്ളുമെന്ന് ഘോഷിച്ചുകൊണ്ട് ഈ പ്രസംഗം നിർത്തുന്നു. ഞാൻ പറഞ്ഞല്ലോ, അന്ന് ലോകാവസാന ദിവസം നിങ്ങൾ എന്നെ കാണും. യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നമ്മൾ തമ്മിൽ കണക്ക് തീർക്കും. പ്രിയപ്പെട്ടവരെ, അന്ന് നിങ്ങൾ അറിയും ഞാൻ നിങ്ങളെ എത്ര സ്നേഹിച്ചിരുന്നുവെന്ന്. അന്ന് നിങ്ങൾ പറയും, കർത്താവേ, വിജയനെ ദൈവം ആക്കി വെച്ചിരുന്നു. അവൻ ഞങ്ങളോടെല്ലാം സുവിശേഷം പറഞ്ഞതാണ്, ഞങ്ങളോ കേട്ടില്ല, അനുസരിച്ചില്ല. അന്ന് ഞാൻ നിങ്ങളുടെ രക്തം മുഖാന്തരം ഞാൻ കുറ്റക്കാരനല്ല എന്നോട് അറിഞ്ഞുകൊള്ളുവിന്. ആകയാൽ എന്താണ്? ദുഷ്ടനോട്, ദുഷ്ട നീ നശിക്കുമെന്ന് പറയുമ്പോൾ അവൻ മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നാൽ അവന് രക്ഷയുണ്ടാകും. ഇല്ല, അവൻ എന്താണ് വേണ്ട എന്ന് വെച്ചാൽ അവൻ നശിച്ചു പോകും. ആകയാൽ നിങ്ങളാരും നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളെ തന്നെ എണ്ണുവാൻ കർത്താവ് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലെ ദൂത് ഇവിടെ നിർത്തുകയാണ്. യേശുക്രിസ്തു മുഖാന്തരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.